ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ചിക്കൻ തോരൻ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഡിഷ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർമ്മിപ്പിക്കുന്നു. പറ്റിയാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചൂടാറിയിട്ട് കഴിക്കുന്ന കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, വീഡിയോ മുഴുവൻ കാണൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അച്ഛനും അമ്മയും കുറേ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പം എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ചിക്കൻ തോരൻ. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? മെയിൻ ആള് ചിക്കൻ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ വെളിച്ചെണ്ണ, കടുക്, ഉപ്പ്, നാളികേരം, ചെറിയുള്ളി, വറ്റൽമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഗരം മസാലകളൊക്കെ ഉണ്ട്. തുറന്നോളൂ. മഞ്ഞൾപ്പൊടി, മസാലകളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ആവശ്യമുണ്ട്, മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്, ഗരം മസാല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇഞ്ചി, പച്ചമുളക്, ഒരു കറി ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ചിക്കൻ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ കറിവേപ്പില എടുക്കുന്നു, പകുതി എടുത്തു, തേങ്ങയിലേക്ക് ഇട്ടു കേട്ടോ. നെക്സ്റ്റ് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും കൂടി ഇട്ടു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം അല്ലേ? ഓക്കെ, ഒരുത്തന്നെ ഇവിടെ വീണിട്ടുണ്ട് പോ. ഓക്കെ, അപ്പം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കും അല്ലേ? ഓക്കെ, ബാക്കി പരിപാടി ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാ നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ആക്കണം കേട്ടോ. വലിയ പരിപാടിയൊന്നുമില്ല, വെറുതെ മുളക് പൊടിയും കറിവേപ്പില ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി എന്താ? വെളുത്തുള്ളി ചതയ്ക്കണം, പിന്നെ ഈ കൊച്ചുള്ളിനെ ഒന്ന് ചെറുതായിട്ട് അരിയണം. ഓക്കെ, ഇഞ്ചി അതേമാതിരി സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിനെ ചതച്ചെടുക്കാൻ പോവാ അല്ലേ? ഉള്ളിനെ അരിഞ്ഞെടുക്കണം, ചെറിയുള്ളിനെ അരിഞ്ഞെടുക്കണം, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതയ്ക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ സാധനമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചതയ്ക്കാനുള്ള. അപ്പോൾ ഇതൊക്കെ ചതച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോ വെറുതെ ലേറ്റ് ആയി പോകും. നമ്മൾ നമ്മുടെ ഇഞ്ചി ചതച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ചതച്ചു, വറ്റൽമുളകിന്റെ വാല് പോക്കി പകുതി കീറി, ഇത് പച്ചമുളകിനെ പകുതിയായിട്ട് മുറിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെറിയുള്ളിയും കൂടി ചെറുതായിട്ട് അരിയാനുണ്ട്. അപ്പോൾ അതും കൂടി അരിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എല്ലാ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, മിസംബ്ലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, നമ്മുടെ ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദ്യം തേങ്ങ, കറിവേപ്പില, മുളക് പൊടി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, കാണിച്ചു തരാം. ഓക്കെ, സ്റ്റൗ ഓൺ ആയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. ഓക്കെ, ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോണേ? കടുക് പൊട്ടിക്കും. ഓക്കെ, കടുക് കേട്ടോ, ഈ ഭരണിയിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഭരണിയാണ്. ഓക്കെ, ഇതൊന്ന് ചൂടായിട്ട് കടുക് പൊട്ടിക്കുന്ന കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മൾ കടുക് ആഡ് ചെയ്യണേ. ഇനിയിപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരാനുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ബാക്കി സാധനങ്ങൾ ഇടുന്നതാണ്. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ വരുന്നുണ്ട്, കാണിച്ചു കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണയിലേക്ക് പോകാൻ പോകുന്നു. വറ്റൽമുളക് കേട്ടോ ആദ്യം ഇടുന്നത്. വറ്റൽമുളക് ഇട്ടു. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വെളുത്തുള്ളി ആഡ് ചെയ്തു. ഓക്കെ, വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ആഡ് ചെയ്തിട്ടോ. അപ്പം നമ്മൾ ആഡ് ചെയ്തത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ വറ്റൽമുളക്. അപ്പോൾ ഇത് നായി വന്നതിന് ശേഷം നമ്മൾ ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്യും കേട്ടോ. നമ്മുടെ ചെറിയുള്ളി ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാനിട്ടെ എന്താ 2 എണ്ണം അതിനകത്തുണ്ട്. എന്താ തളർന്ന് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ ചെറിയുള്ളി ആഡ് ചെയ്തിട്ടോ. ഇവനൊന്ന് ബ്രൗൺ ആയി വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടികൾ. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. നമ്മുടെ മിക്സ്ചർ ആയിട്ടുണ്ട് എന്നാട്ടോ പറഞ്ഞത്. എന്താ ഇത് ഈ ഒരു പരുവത്തിൽ നമ്മൾ നിർത്തണം. എന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോലെ. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം അതിന് മേലെ നമ്മൾ ഉപ്പും
മഞ്ഞൾപ്പൊടി. ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്ലേ? ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 75% വേവാകണം. ഓക്കെ. 75% വേവായതിനു ശേഷമാണ് ബാക്കി നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണേ. ടീസ്പൂൺ കേട്ടോ. ഓക്കെ. ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇനി ഉപ്പ്. ഇനി ഉപ്പ് അല്ലേ? ഓക്കെ. ഉപ്പ് അവിടെ ഉണ്ട്. ഇതാ ഉപ്പ് ആഡ് ചെയ്യുന്നു. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ 75% ചിക്കൻ വേവാവുന്ന വരെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ പറഞ്ഞത്. ഓക്കെ, കാണിച്ചത്. ഇതാ നമ്മുടെ ചിക്കൻ ഒരു 75% കുക്കായിട്ടുണ്ട്. അപ്പം ഇനി മസാലകൾ ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. ആദ്യത്തെ എന്താ? ഫസ്റ്റ് നമ്മൾ കുരുമുളകിൻ്റെ പൊടി. കുരുമുളകാണേ. ഇതാ കുരുമുളക് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ മീറ്റ് മസാല. മീറ്റ് മസാല. ഇതാ മീറ്റ് മസാല കൂട്ടി. ഇത് തന്നെയാണ് മീറ്റ് മസാല. അതെ, സോറി, ഇതാണ് മീറ്റ് മസാല. സോറി ഗൈസ്, ഇതാണ് മീറ്റ് മസാല. ഗരം മസാല. മീറ്റ് മസാല ആഡ് ചെയ്തു. ഗരം മസാല. ഗരം മസാല. പിന്നെ പെരുംജീരകം. പിന്നെ പിന്നെ പെരുംജീരകം. നമ്മുടെ ഇവിടുത്തെ മെയിൻ സാധനം പെരുംജീരകത്തിൻ്റെ പൊടി. പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ. വറുത്ത് പൊടിച്ചതാണ് ഓക്കെ. പെരിഞ്ജീരകം. ഇവിടുത്തെ എല്ലാ ഡിഷിലും ഞങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്ന ഒരു സാധനം. ശകലം കാശ്മീരി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കുറച്ചും കൂടി കളർന്ന് കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുട്ടപ്പനായതിനു ശേഷം നമ്മൾ ബാക്കി പരിപാടി കാണിച്ചു തരാം. നമ്മളിത് അടച്ചു വെക്കാൻ പോകണം കേട്ടോ. ഇന്നുണ്ട്. വേപ്പിലയും കൂടി ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് കറിവേപ്പില മുമ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. ഇനി വീണ്ടും ഇവരെ നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കും. ഓക്കെ. അതിന് ശേഷമാണ് പിന്നെ അടുത്ത പരിപാടി. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഇതാ നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നാളികേരം എടുത്ത് വെക്കട്ടെ. അസിസ്റ്റൻസ് ഒക്കെ പോയിട്ടുണ്ട് എടുക്കാൻ. ഓക്കെ. ഇവനെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. ഇവനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ മിക്സ് ചെയ്ത് എടുക്കണം. ഇനി വലിയ പ്രോസസ് ഒന്നുമില്ല. കഴിഞ്ഞ പരിപാടികളൊക്കെ നമ്മൾ നേരത്തെ കറിവേപ്പിലയും മുളക് പൊടിയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ച് ആ ഒരു ഇത് കൂടിയാണ് ലാസ്റ്റായിട്ട് ഇട്ടത്. ഓക്കെ. അപ്പോൾ ഇനി ഇത് എത്ര നേരം കുക്ക് ചെയ്യണം? ഇനി 2 മിനിറ്റ്. 2 മിനിറ്റ് അല്ലേ? അത് മിക്സ് ആയി വരുന്നവരെ മാത്രം എല്ലാവർക്കും ഒന്ന് പിടിക്കുന്നവരെ ഇളക്കിക്കൊണ്ട്. തിരുവനന്തപുരം സ്റ്റൈൽ ഡിഷാണ് കേട്ടോ. അച്ഛൻ തിരുവനന്തപുരത്ത് പോയപ്പോ അവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ നല്ല ഗൈസ്, നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതാ കാണുന്നു, കണ്ട ടേസ്റ്റ് ഇപ്പോൾ നോക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ഇപ്പോൾ നോക്കണ്ട. ഇപ്പം എടുത്തുകൊണ്ട് കൊണ്ടുവരുന്നേ ഉള്ളൂ. സ്റ്റൗ ഓഫ് ആക്കിയിട്ടില്ല, അത് മറന്നുപോയി. അത് ഓഫ് ചെയ്തോളൂ അച്ഛാ. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ തോരൻ. അപ്പം ഇനി ടേസ്റ്റിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ചൂടാറിയിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ട നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാൻ പോവാണ്. ചെറിയൊരു കുഞ്ഞി പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാം. അമ്മയ്ക്ക് കൊടുത്തോളൂ. ഇതാ ചെറിയൊരു പീസ് ഇങ്ങോട്ട് പോന്നോട്ടെ. വെരി നൈസ്. കൊള്ളാം, സൂപ്പർ. ഞാൻ ഇതൊന്ന് കഴിച്ചിറങ്ങിയതിന് ശേഷം ബാക്കി ഡയലോഗ് പറയാം. 1 മിനിറ്റ് ഗൈസ്. ഓക്കെ. ഇതാ കണ്ടോ, നമ്മൾ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. ഓക്കെ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരുന്നതാണ്. നോ പ്രോബ്ലം, കമൻറ്റിൽ ചോദിച്ചാൽ മതി. ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് സാധനമായിരിക്കും. ഓക്കെ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, രണ്ടാളും ബൈ ബൈ പറഞ്ഞോളൂ. ബൈ ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം.